ഇഫ് ദ ബീംസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് മൂവ് പാരലൽ ടു ഈച്ച് അതർ അല്ലേ. ഇപ്പോൾ രണ്ട് ബീംസ്, ഒരു ഇലക്ട്രോൺ ഈ ബീം, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ഇങ്ങനെ ബീമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. പ്രോട്ടോണും അതേ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൊയ്ക്കൊണ്ടേ ഇരിപ്പുണ്ട്. പ്രോട്ടോണിന് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. രണ്ടിനും ഒരേ ചാർജാണ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. മൂവ് പാരലൽ ടു ഈച്ച് അതർ ഇൻ ദ സെയിം ഡയറക്ഷൻ, ദെൻ ദേ അട്രാക്റ്റ് ആണോ റിപ്പൽ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം രണ്ട് ഡയറക്ഷനിൽ കറണ്ട് ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യും. ഇവിടെ ഇലക്ട്രോൺ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ പോസിട്രോണിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിട്രോൺ പോകുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയായിരിക്കും കറണ്ട്. അപ്പോൾ ഇലക്ട്രോൺ മുകളിലോട്ടാണ് പോകുന്നതെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടല്ല, കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, താഴോട്ടും. ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട് തന്നെയാണ്, കാരണം പോസിട്രോൺ പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ പോവുക അങ്ങോട്ട് തന്നെയായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജ് എങ്ങോട്ടാണോ പോവുക അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ കറണ്ട് പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇവർ തമ്മിൽ റിപ്പല്ലാണ് ചെയ്യുക. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, റിപ്പൽ ഈച്ച് അതർ. ഒരിക്കൽ കൂടെ, കറണ്ട് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിപ്പൽ ചെയ്യും. ആ കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ.